അസ്സലാമു കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം അച്ചപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 8 അച്ചപ്പവും 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം അച്ചപ്പം പൊടിച്ചെടുക്കാം. ഇവിടെ അച്ചപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നപ്പൊടിയാതെ തരിപരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് കാരമൽ ചെയ്തെടുക്കാം. കാരമലായിട്ടുണ്ട്. ഇനി തീ കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ 2 പഴം എടുത്ത് വെച്ചിട്ട് അത് നല്ല ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വെളിയിച്ചെടുക്കാം. പഴം നല്ലപോലെ വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ആവശ്യമായ സാധനം വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യണം. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ വാളിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ട്രേയിൽ എല്ലാ ഭാഗം വിധത്തിൽ നിരത്തി കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗം ആകുന്ന വിധത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ അച്ചപ്പം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അച്ചപ്പം ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും ഒരു ലെയർ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഡെസ്കേറ്റഡ് കോക്കനട്ടാണ്. അത് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിസ്തയോ അല്ല മറ്റേത് നട്ട്സ് ആയാലും പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ പുഡിങ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുഡിങ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പുഡിങ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അച്ചപ്പം ബനാനയും കൊണ്ടുള്ള ഈ വെറൈറ്റി ടേസ്റ്റി പുഡിങ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്